ദൈവഹിതത്തിന് എപ്പോഴെങ്കിലും വ്യക്തികൾക്കോ സമൂഹത്തിനോ ആമേൻ പറയാൻ പറ്റണമെങ്കിൽ തങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ഹിതമാണെന്നും അത് വെളിപ്പെടുത്തപ്പെട്ടവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നും വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിരുനാളിനുള്ള ഏറ്റവും അടുത്ത ഒരുക്ക ദിവസങ്ങളാണ്. ഓരോ ജനനവും മനോഹരമായ ഒരു സദ്വാർത്തയുടെ അവസരമാണ്. ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഓരോ പിറവി. പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ 3 പിറവിത്തിരുനാളുകളാണ് ആചരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിരുനാളും, യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹന്നാൻ്റെ ജനനത്തിരുനാളും, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിരുനാളും. രക്ഷാകര ചരിത്രത്തിൽ ഈ 2 വ്യക്തികൾക്കുള്ള പരമപ്രാധാന്യത്തെക്കുറിച്ച് സഭയ്ക്ക് തികഞ്ഞ ബോധമുള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മയ്ക്കു പോലെ തന്നെ ഇവരുടെ പിറവിത്തിരുനാളും നമ്മൾ ആചരിക്കുന്നത്. പൊളാറാമൻ മാർപ്പാപ്പ മരിയാലിസ് കുൾട്ടിസ് എന്ന് പറയുന്ന പ്രബോധന രേഖയിൽ ഇങ്ങനെ പറയുകയാണ്, മറിയത്തിൻ്റെ പിറവിത്തിരുനാളിനെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഉദയം, മനുഷ്യവംശത്തിൻ്റെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഉദയം, ദൈവത്തോട് സമ്മതം പറയുന്ന, ദൈവിക പദ്ധതിയോട് സഹകരണം വാഗ്ദാനം ചെയ്യുന്ന മറിയത്തിൻ്റെ ജനനമെന്നാണ് പൊളാറാമൻ മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ മറിയത്തിൻ്റെ ഒരു പിറവിത്തിരുനാൾ ആചരണത്തിന്, മറിയത്തിൽ നിന്ന് നമ്മൾ ചില ആത്മീയ പാഠങ്ങൾ പഠിക്കുന്നതിന് വലിയ ഒരു സാങ്കത്യമുണ്ട്. വിശുദ്ധ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷമാണ് മറിയത്തെ ഏറ്റവും മനോഹരമായി വിശദമായി വിവരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം മറിയത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. മറിയത്തിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടത് ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. അതൊരു ദൈവിക നിയോഗമാണ്. മംഗളവാർത്ത അവളോട് അറിയിക്കാൻ ദൈവത്തിന് അവളെക്കുറിച്ചുള്ള പദ്ധതി, അനാദിയിലെ ദൈവം അവളെ കൃപ നിറച്ചവളായി തിരഞ്ഞെടുത്തു എന്നുള്ള ദൈവിക പദ്ധതി മറിയത്തോട് വിളംബരം ചെയ്യാനാണ് ഗബ്രിയേൽ ദൂതൻ അവൾ അടുത്തേക്ക് വരുന്നത്. അതൊരയക്കപ്പെടലാണ്. മറിയത്തിൻ്റെ അടുത്തേക്കുള്ള മാലാഖയുടെ സന്ദർശനം ദൈവത്താലുള്ള അയക്കപ്പെടലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൂതൻ അയക്കപ്പെട്ടവനായിരുന്നു. അവൻ പറയുന്നത് ദൈവത്തിൻ്റെ വാക്കാണെന്നും അവനിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ ഹിതമാണെന്നും പരിശുദ്ധ മറിയത്തിന് മനസ്സിലായതുകൊണ്ടാണ്, വിശ്വസിച്ചതുകൊണ്ടാണ് അവൾ പറയുന്നത്, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. ദൈവഹിതത്തിന് എപ്പോഴെങ്കിലും വ്യക്തികൾക്കോ സമൂഹത്തിനോ ആമേൻ പറയാൻ പറ്റണമെങ്കിൽ തങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്നും അത് വെളിപ്പെടുത്തപ്പെട്ടവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നും വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. മറിയം തന്നെ സന്ദർശിച്ച ആരാണെന്നും അയാൾ ആരാൽ അയക്കപ്പെട്ടതാണെന്നും തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ സമൂഹത്തിന് യഥാർത്ഥ മാനസാന്തരം, വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച സംഭവിക്കാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന്, നമുക്ക് നമ്മളേക്ക് അടുത്തേക്ക് വരുന്ന ദൈവിക സന്ദർശനങ്ങളെ മനസ്സിലാകാതെ പോകുന്നു. നമുക്ക് മുമ്പിൽ മുഴങ്ങുന്ന ദൈവിക സ്വരങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. മാനസാന്തരത്തിനും ജീവിത നവീകരണത്തിനും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ദൈവിക പദ്ധതിയോട് സഹകരിക്കുന്നതിനും വേണ്ടി നമ്മുടെ അടുത്തേക്ക് നടത്തുന്ന സന്ദർശനങ്ങളെ നമ്മൾ നിരസിക്കുന്നു, തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലത്തിലെ വിശ്വാസികളുടെ പരാജയം എന്ന് പറയുന്നത്. മറിയം തൻ്റെ സന്ദർശനം മനസ്സിലാക്കിയവളാണ്. ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ വാക്ക് വിശ്വസിച്ചവളായിരുന്നു മറിയം. നമ്മുടെ സന്ദർശനങ്ങളെ, ദൈവികമായ നിയോഗങ്ങളെ, നമ്മുടെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. ജെറൂസലേമിനെ നോക്കിയിട്ട് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23-ാം അധ്യായത്തിൽ ഈശോ വിലപിക്കുന്നുണ്ട്, ജെറൂസലേം പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ നിന്നോട് ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്ത് നിർത്താൻ ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നു.
ദൈവത്തിൻ്റെ സന്ദർശനം ജെറൂസലേം തിരിച്ചറിയാതെ പോവുകയാണ്. അതേപോലെ ഒരു ഹൃദയകാഠിന്യമാണ്, നിസ്സംഗതയാണ് ഈ കാലത്ത് നമുക്ക് വിശ്വാസികളുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ ദൈവിക സന്ദർശനങ്ങളെ, ദൈവിക സ്വരങ്ങളെ തിരിച്ചറിയാതെ പോകുന്നു. അത് തിരിച്ചറിയുന്നവർക്ക് ലഭിക്കുന്ന കൃപയാണ് ദൈവഹിതത്തോട് സഹകരിക്കാൻ, ആമേൻ പറയാൻ, പ്രതിസന്ധികളെയോ അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളെയോ ഏറ്റെടുക്കേണ്ടി വരുന്ന അപമാനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ സ്വർഗത്തിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന അക്ഷയവും ഒളിമങ്ങാത്തതുമായ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഉറച്ച വിശ്വാസത്തിൽ ദൈവഹിതത്തോട് ആമേൻ പറയാനുള്ള സന്നദ്ധതയുണ്ടാവുന്നത് ദൈവിക സന്ദർശനങ്ങളെ തിരിച്ചറിയുന്ന സമയത്താണ്. പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആചരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നുള്ളാകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന, കർത്താവെ, നീ ഞങ്ങളെ സന്ദർശിക്കുന്നത് തിരിച്ചറിയാൻ, നിന്റെ സ്വരം മുഴങ്ങുന്നത് മനസ്സിലാക്കാൻ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്നുള്ളതാവട്ടെ. അനേകർ രക്ഷയിൽ നിന്ന് അകന്നു പോകുന്നത്, ദൈവം അവരെ സന്ദർശിക്കുന്നത് തിരിച്ചറിയാതെ പോകുന്നത്, ദൈവത്താൽ അയക്കപ്പെടുന്നവരായി അവർ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ്. ഓരോ ദിവസവും നമ്മുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾ സ്നേഹിതരെ സംഭവിക്കുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ വിശ്വാസ വഴിയിൽ വളർച്ചയും അഭിവൃദ്ധിയും തീക്ഷണതയും നമുക്കുണ്ടാവാതെ പോകുന്നത്. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയവും ദൈവത്താൽ അയക്കപ്പെടുന്ന വ്യക്തികളെയും നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവഹിതത്തെയും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. മറിയം അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? അവൾ സകല തലമുറകളിലും വെച്ച് ഏറ്റവും ഭാഗ്യവതിയായി പ്രകീർത്തിക്കപ്പെടുകയാണ്. എല്ലാ തലമുറകളിലും വെച്ച് മറിയം ഭാഗ്യവതിയായി പ്രകീർത്തിക്കപ്പെടാൻ കാരണം അവൾ ദൈവിക സന്ദർശനത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഭാഗ്യത്തെക്കുറിച്ചും നിർഭാഗ്യത്തെക്കുറിച്ചുമൊക്കെ ദിവസവും സംസാരിക്കുന്ന ആളുകളാണ്, ചിന്തിക്കുന്ന ആളുകളാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിലെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭാഗ്യം എന്താണ്? ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയവും രീതിയും ഞാൻ തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതാണ്, പ്രത്യുത്തരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഹിതത്തിന് സമ്മതം പറയുന്ന സമയത്താണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഭാഗ്യം ആരംഭിക്കുന്നത്. മറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളും ഭാഗ്യമുള്ളവരായിട്ട് മാറട്ടെ. ഏറ്റവും വലിയ ഭാഗ്യം ദൈവഹിതത്തോട് സഹകരിക്കാനുള്ള കൃപയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ കൃപാവരപൂർണ്ണ എന്നാണ് പറയുന്നത്. എന്താണ് കൃപ? നമ്മൾ നിരന്തരം ആവർത്തിക്കുന്നൊരു വാക്കാണ് കൃപ അഥവാ ഗ്രേസ് എന്ന് പറയുന്ന വാക്ക്. നന്മ ചെയ്യുന്നതിന്, പാപത്തെ പ്രതിരോധിക്കുന്നതിന്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യ വ്യക്തിയുടെ മേൽ ചൊരിയപ്പെടുന്ന അതിസ്വാഭാവിക സഹായത്തിന് പറയുന്ന പേരാണ് ഗ്രേസ് അഥവാ കൃപ എന്ന് പറയുന്നത്. ഈ കൃപയാലാണ് നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നത്. നമ്മളാരും എഴുന്നേറ്റത്, പാപത്തെ പ്രതിരോധിച്ചത്, തിന്മയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത്, മരണത്തിൻ്റെ മേൽ അക്ഷയമായൊരു ജീവൻ അവകാശം കിട്ടിയത് നമ്മുടെ ശക്തി കൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അതിസ്വാഭാവികമായ സഹായത്താലാണ്. പരിശുദ്ധ മറിയം ഈ കൃപാവരത്തിൻ്റെ ഏറ്റവും സമ്പൂർണമായ നിറവനുഭവിച്ച വ്യക്തിയാണെങ്കിൽ ദൈവഹിതത്തോട് സഹകരിക്കുന്നതിന്, നമ്മുടെ സന്ദർശനങ്ങളെ തിരിച്ചറിഞ്ഞത് ദൈവത്തോട് ആമേൻ പറയുന്നതിന് നമ്മളെ ശക്തരാക്കുന്ന അതിസ്വാഭാവികമായ സ്വർഗീയ സഹായം, കൃപയുടെ നിറവിന് വേണ്ടി മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള സുഹൃത ദിവസമാവട്ടെ 8 നോമ്പാചരണം. ചരിത്രത്തിൽ മറിയത്തെ ശരണപ്പെട്ട, അവളിൽ ആശ്രയിച്ച, അവൾ ക്രിസ്ത്യാനികളുടെ സഹായമാണെന്ന് തിരിച്ചറിഞ്ഞ എല്ലാ സഭകളുടെയും പാഠവും അനുഭവവും നമുക്ക് പ്രചോദനവും മാതൃകയുമായിട്ട് മാറട്ടെ. കറപുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏകാഭിമാനമായ മറിയത്തിൽ നിന്ന് ദൈവിക പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അതിൽ പങ്കുചേരാനുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം നമ്മളിൽ നിറയട്ടെ. ആമേൻ.